ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസ് ചെയ്ത ഒരു ഓസ്ട്രേലിയൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ ഡീമൺ ഡിസോർഡർ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് പാഴടഞ്ഞ് തുരുമ്പെടുത്ത് നശിക്കാറായ പഴയൊരു വീടാണ് നമ്മളെ കാണിക്കുന്നത്. ആ വീടിനകത്ത് ഒത്തിരി പ്രായമുള്ള ഒരാള് തനിയെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ പേര് ജോർജ് എന്നാണ്. അദ്ദേഹത്തിനെ ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. രണ്ട് കാലിലും ചങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ട്. ചുമരിലുണ്ടായിരുന്ന കുരിശിലേക്ക് നോക്കി ജോർജ് തനിയെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. മനുഷ്യന്റെ അത്യാർത്തിക്കും മോശമായ പ്രവൃത്തിക്കും ദൈവം മനുഷ്യരെ ശിക്ഷിക്കും. മാറാരോഗങ്ങളാലും ശാപങ്ങളാലും മനുഷ്യൻ കഷ്ടപ്പെടും. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ജോർജ് പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന രീതിയിൽ ആരുടെയോ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. ആ സീൻ അവിടെ കട്ട് ചെയ്ത് അടുത്ത സീനില് ഫിലിപ്പ് എന്നൊരു ചെറുപ്പക്കാരൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അവന് വീടിന് വെളിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. ഫിലിപ്പ് വേഗം തന്നെ വീടിന് തൊട്ടുണ്ടായിരുന്ന ഫാമിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ ഫിലിപ്പിന്റെ മൂത്ത സഹോദരൻ ജെയ്ക്ക് ഒരു തോക്കുമായിട്ട് തൊഴുത്തിൽ നിൽക്കുകയാണ്. നോക്കുമ്പോൾ ഫാമിലെ ഒരു പശു പ്രസവിച്ചിരുന്നു. വളരെ വിചിത്രമായ രൂപത്തിലായിരുന്നു ആ പശുക്കിടാവ് ഉണ്ടായിരുന്നത്. മുടിയോ കണ്ണോ മൂക്കോ ചെവിയോ ഒന്നും തന്നെയില്ല. ഈ ഒരു കാഴ്ച കണ്ട് ഫിലിപ്പ് ആകെ അപ്സെറ്റായി. ഇതിപ്പോ ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. തുടർച്ചയായിട്ട് ആ ഫാമിലെ പശുക്കൾ പ്രസവിക്കുന്നത് കണ്ടാൽ തന്നെ പേടി തോന്നുന്ന രൂപത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ്. അവർക്ക് ആ കുഞ്ഞുങ്ങളെ കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ഒന്നും പറയാനാവാതെ ഫിലിപ്പ് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോ ഒരു ഗൺഷോട്ടോടെയാണ് ആ സീൻ അവിടെ കട്ടാവുന്നത്. ഇതാണ് നമ്മുടെ ഈ ചിത്രത്തിലെ കഥാനായകൻ വില്യം. നമ്മുടെ ഫിലിപ്പിന്റെയും ജേക്കിന്റെയും സഹോദരനാണ്. പുള്ളിക്കാരൻ തന്റെ നാടും വീടും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോ വർഷങ്ങളായിട്ട് ചെറിയൊരു ടൗണിലെ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഒക്കെ തുടങ്ങി ആരെയും ശല്യം ചെയ്യാതെ ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ്. നായകനെ തന്റെ അനുജനായ ഫിലിപ്പിനെ ഒത്തിരി ഇഷ്ടമാണ്. ഫിലിപ്പിന്റെ ഒരു പിറന്നാള് പോലും പുള്ളിക്കാരൻ മറക്കാറില്ല. തനിയെ കേക്ക് മുറിച്ചാണ് വില്യം തന്റെ അനിയന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഈ സമയത്താണ് നായകന്റെ അസിസ്റ്റന്റ് ആയ കോൾ ആ ഗരാജിലേക്ക് വരുന്നത്. പുള്ളിക്കാരി ഇന്ന് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ജോലിക്ക് വന്നത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കോൾ ചോദിക്കും, ബോസ് എന്തിനാ ഈ ഗരാജിൽ തന്നെ ഉറങ്ങുന്നത്? എന്റെ ഡാഡി നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് മാറിക്കൂടെ? എത്ര നാളാ ഇങ്ങനെ ഒളിച്ചു താമസിക്കാൻ പോണത്? അതിന് വില്യം പറയുന്നത്, തനിക്കിപ്പോ താമസിക്കാൻ മറ്റൊരു സ്ഥലത്തിന്റെ ആവശ്യമില്ല. നിന്റെ ഡാഡിയോട് എന്റെ താങ്ക്സ് പറഞ്ഞേക്ക്. എന്നിട്ട് നീ നിന്റെ ജോലി എന്താന്ന് വെച്ചാ അത് പോയി ചെയ്. ഒരല്പസമയം കഴിഞ്ഞ് നായകന്റെ മൂത്ത സഹോദരൻ അവനെ കാണാനായിട്ട് ഗരാജിലേക്ക് വന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവര് നേരിട്ട് കാണുന്നത്. എന്നാ ചേട്ടനെ കണ്ട ഉടനെ തന്നെ വില്യം ഒരേ ഒരു കാര്യമാണ് പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം. വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത്. പക്ഷേ ചേട്ടൻ നായകനെ കണ്ട് ഒന്ന് സംസാരിക്കാൻ മാത്രമല്ല വന്നിരിക്കുന്നത്, വില്യമിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും വില്യം വീട്ടിലേക്ക് മടങ്ങി പോവാനായിട്ട് തയ്യാറാവില്ല. അങ്ങോട്ട് തിരിച്ചു പോകുന്ന കാര്യം നായകനെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. നായകൻ സമ്മതിക്കാതെ വന്നപ്പോ ചേട്ടൻ അവന് മൊബൈലിൽ ഷൂട്ട് ചെയ്തിരുന്ന ഒരു വീഡിയോ അവന് കാണിച്ചു കൊടുത്തു. അത് അവരുടെ കുഞ്ഞനിയനായ ഫിലിപ്പിന്റെ വീഡിയോ ആണ്. ഫിലിപ്പ് വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്തോ പ്രേതം കേറിയതുപോലെ. പോലെയല്ല, ഫിലിപ്പിനെ ഏതോ ഒരു ദുഷ്ടശക്തി പൊസസ് ചെയ്തിരിക്കുകയാണ്. ആ വീഡിയോ കണ്ട് നായകൻ ആകെ ഷോക്കായി. അവനെ കൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോ ജെയ്ക്ക് അനിയനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ആദ്യം കരുതി ഇത് ഞാൻ കണ്ട ഒരു പേടി സ്വപ്നാണെന്ന്. എന്നാ അത് സ്വപ്നമായിരുന്നില്ല. ഫിലിപ്പ് ഇപ്പൊ നമ്മുടെ അച്ഛനെ പോലെ സംസാരിക്കുന്നു, പെരുമാറുന്നു, ഒരു ഭ്രാന്തനെ പോലെ. എന്നെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതിന് വില്യം പറയും, എന്നെ കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വരാൻ പറ്റില്ല. എനിക്ക് നിങ്ങളെ സഹായിക്കാനും പറ്റില്ല. സഹായത്തിനായിട്ട് നിങ്ങൾ വല്ല ഡോക്ടേഴ്സിനെയും ചെന്ന് കാണ്. എന്നാ ജെയ്ക്ക് അതിന് തയ്യാറായില്ല. ആദ്യം നീ നിന്റെ അനിയനെ വന്ന് കാണ്. എന്നിട്ട് ഡോക്ടറിനെ കാണണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിച്ചോളാം. അവൻ പ്രേതത്തെയാണോ ഭയക്കുന്നത് അതോ മറ്റെന്തെങ്കിലും ആണോ? അവനങ്ങനെ മനസ്സില്ലാ മനസ്സോടെ വില്യം ചേട്ടനോടൊപ്പം വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ജേക്ക് ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആദ്യമൊക്കെ വീടിനുള്ളിലെ പല സാധനങ്ങളൊക്കെ തനിയെ പറന്ന് താഴേക്ക് വീഴും. റേഡിയോ തനിയെ ഓണാവും, ലൈറ്റൊക്കെ തനിയെ ഓണാവും ഓഫാവും. അങ്ങനെയാണ് ആ വീടിനുള്ളിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. എന്നാ പിന്നീട് അങ്ങോട്ട് ഫിലിപ്പ് നമ്മുടെ അച്ഛനെ പോലെ സംസാരിക്കാനും പെരുമാറാനും തുടങ്ങി.
അച്ഛനെ പോലെ തന്നെ ജെയ്ക്കിനെ ആക്രമിക്കാനും കൊല്ലാനൊക്കെ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ഫിലിപ്പിന് പിറ്റേന്ന് ഓർമ്മ കാണില്ല. തന്റെ ദേഹത്ത് ദുരാത്മാവുണ്ടെന്നോ താൻ പൊസസ് ആയിരിക്കുകയാണെന്നോ ഫിലിപ്പിന് അറിയില്ല. അവൻ ചില സമയങ്ങളിൽ വളരെ നോർമലായിട്ടാണ് പെരുമാറുന്നത്. ഇനി എന്താണ് ചെയ്യാൻ പോണത്? എങ്ങനെയാണ് നമ്മുടെ അനിയനെ പ്രേതത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക? അവർക്ക് രണ്ടുപേർക്കും യാതൊരു പിടുത്തവുമില്ല. അങ്ങനെ രണ്ടുപേരും രാത്രിയോടെ വീട്ടിലെത്തി. വില്യമിനെ ആ വീടിനകത്തേക്ക് കയറാൻ തന്നെ പേടിയാണ്. അവരുടെ അച്ഛന്റെ ഓർമ്മകള് അവനെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അവൻ ആ വീടിനകത്തേക്ക് ചെല്ലുമ്പോ വീടിനകത്ത് വലിയ കുരിശും ജപമാലയും അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് വില്യം ആകെ ഷോക്കായി. കാരണം അവര് വിശ്വാസികളായിരുന്നില്ല. അപ്പോ ജേക്ക് പറയും, ചില സമയങ്ങളിൽ ഫിലിപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അതൊക്കെ സഹായിക്കാറുണ്ട്. കാരണം അവരുടെ അച്ഛൻ മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ ദൈവത്തെ ഒരുപാട് ഭയന്നിരുന്നു. അന്ന് ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവര് ഫിലിപ്പിനെ എണീപ്പിച്ച് അവനെ ബുദ്ധിമുട്ടിക്കാനൊന്നും നിന്നില്ല. മാത്രമല്ല ഫിലിപ്പിന്റെ റൂമില് ഇപ്പോ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള സാധനങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിപ്പോ ഒരു സ്റ്റോർ റൂമാണ്. അവന് താമസിക്കാൻ ആ വീട്ടില് മറ്റൊരു മുറിയില്ല. അതുകൊണ്ട് തന്നെ വില്യം അവിടെയുള്ള ഒരു സോഫയിലാണ് കിടക്കുന്നത്. അതും അവരുടെ മരിച്ചുപോയ ഡാഡിയുടെ മുറിക്ക് തൊട്ടായിട്ട്. ഈ സമയം നമ്മളെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു ദിവസം വില്യം എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോ ഡാഡി ഒരു കോഴിയെ ജീവനോടെ പച്ചയ്ക്ക് കടിച്ചു പറിച്ചു തിന്നോണ്ടിരിക്കുക. എന്നിട്ട് വില്യമിനെ നോക്കി ഒരു ചിരിയുണ്ട്. ആ സമയം ഡാഡിയുടെ കണ്ണുകൾ രണ്ടും കറുത്ത നിറത്തിലായിരുന്നു. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് അടുത്ത ദിവസം രാവിലെ തന്നെ നായകൻ ഫാമിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ജേക്ക് കോഴികളോടൊക്കെ സംസാരിച്ച് അതിനെയൊക്കെ കൂപ്പിനകത്ത് പൂട്ടിയിടാണ്. അത് കണ്ട് വില്യം ചോദിക്കും, ഫിലിപ്പ് എവിടെ? അവനെ കാണാനില്ലല്ലോ. ഈ കോഴികളെയൊക്കെ എന്തിനാ ഇവിടെ പൂട്ടിയിടുന്നത്? ഇത് കേട്ട ഉടനെ തന്നെ ചേട്ടന് വല്ലാതെ ദേഷ്യം വന്നു. അനിയനെ കുത്തി കുത്തി സംസാരിക്കാൻ തുടങ്ങി. അച്ഛന്റെ മരണശേഷം ജേക്കും ഫിലിപ്പും ഓരോ നിമിഷവും ഭയന്നാണ് ഇവിടെ താമസിച്ചിരുന്നത്. വില്യം അവര് രണ്ടുപേരെയും ഉപേക്ഷിച്ച് നാടുവിട്ടു പോയതല്ലേ. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് അവര് തമ്മിൽ തർക്കിക്കുന്നുണ്ട്. വില്യം പറയുന്നത് ഈ സ്ഥലം ഒരു വിഷമാണ്. ഇവിടെ നിന്ന ഭ്രാന്തില്ലാത്തവർക്കും ഭ്രാന്ത് പിടിക്കും. ഈ സ്ഥലം ശരിക്കൊരു നരകമാണ്. എനിക്ക് അതല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ അച്ഛന്റെ മരണത്തോടെ വില്യം തന്റെ രണ്ട് സഹോദരങ്ങളെയും തന്നോടൊപ്പം കൊണ്ടുപോവാനായിട്ട് ശ്രമിച്ചിരുന്നു. എന്നാൽ ജേക്ക് അതിന് തയ്യാറായില്ല. ഫിലിപ്പിന് പിന്നെ ചേട്ടൻ അനുസരിക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെ രാവിലത്തെ തർക്കവും അംഗം വിട്ടൊക്കെ കഴിഞ്ഞ് അവര് ഫിലിപ്പിനെ കാണാനായിട്ട് വീടിനകത്തേക്ക് പോയി. ഇന്നലെ ഫിലിപ്പിന്റെ 28ാമത്തെ പിറന്നാളായിരുന്നു. വില്യം അനിയന് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. ഫിലിപ്പിനും ഒത്തിരി സന്തോഷായി. അനിയന്റെ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഇപ്പോ യാതൊരു കുഴപ്പമില്ല. തീർത്തും നോർമലാണ്. ഈ സമയം ഫിലിപ്പ് തന്റെ ഷർട്ട് ഇടുന്ന നേരത്താണ് വില്യം ആ ഒരു കാഴ്ച കാണുന്നത്. ഫിലിപ്പിന്റെ ദേഹത്ത് എന്തൊക്കെയോ മുറിപ്പാടുകളുണ്ട്. വില്യം അനിയനോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിനെ ഫിലിപ്പ് പറയുന്നത്, ഓ അതൊന്നുമില്ല, എന്തോ അലർജിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഫിലിപ്പ് ആ പാടുകളൊന്നും നോക്കാൻ പോലും സമ്മതിക്കില്ല. അന്ന് വൈകിട്ട് ബ്രഷ് ചെയ്യുന്ന നേരത്ത് വില്യം തന്റെ അച്ഛനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ജോർജും തന്റെ 3 മക്കളും അത്രയും സന്തോഷത്തിലായിരുന്നു ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. എന്നാ പതിയെ ഡാഡിയുടെ സ്വഭാവം പെരുമാറ്റം എല്ലാം മാറാൻ തുടങ്ങി. വളരെ വിയേഡായിട്ടായിരുന്നു ജോർജ് പെരുമാറിയിരുന്നത്. കുറച്ചു കഴിഞ്ഞ് അന്ന് നട്ടാപാതിരിക്ക് ഫിലിപ്പ് തന്റെ ബെഡിൽ കുത്തിയിരുന്ന് തനിച്ചിരുന്ന് സംസാരിക്കുകയാണ്. എങ്ങനെ അവരുടെ ഡാഡി സംസാരിക്കുന്നത് പോലെ തന്നെ അവനോട് ആരോ ചേട്ടന്മാരെ കൊല്ലാൻ പറയുന്നുണ്ട്. മറുവശത്ത് ഉറങ്ങിക്കൊണ്ടിരുന്ന വില്യം വീടിന് വെളിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് ഞെട്ടി എണീറ്റു. ഫോൺ എടുത്ത് നോക്കുമ്പോ സമയം ഇപ്പൊ പുലർച്ചെ 2 മണി കഴിഞ്ഞു. എന്നാ വീടിന് വെളിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങള് കേട്ടുകൊണ്ടേയിരുന്നു. ആകെ കൺഫ്യൂസ് ആയ വില്യം ഒരു ടോർച്ചായിട്ട് അത് ഫിലിപ്പാണോന്നറിയാൻ അനിയന്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോ ഫിലിപ്പിനെ മുറിയിൽ കാണാനില്ല. എന്നാലും ഫിലിപ്പിന്റെ ബെഡിനടിയുന്ന സ്ട്രെയിഞ്ച് ആയിട്ടുള്ള എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. നായകൻ ഒരു പേടിയോടെ തന്നെ ബെഡിനടിയിലേക്ക് നോക്കി. അതൊരു കോഴിയായിരുന്നു. അതിനെ എന്തോ ആക്രമിച്ചിട്ടുണ്ട്. പേടിച്ചിട്ട് കയറി ഒളിച്ചിരുന്നതാണ്. നായകൻ പെട്ടെന്ന് തന്നെ ആ കോഴിയെ പിടിച്ച് അതിനെ കൂടിലാക്കാനായിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി. വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോ മുറ്റത്ത് ഒരുപാട് കോഴികളെ ആരോ കൊന്നിട്ടിരിക്കുന്നു. മാത്രമല്ല ആ കൂടിനുള്ളിൽ നിന്ന് എല്ലുകൾ ഒടിയുന്ന ശബ്ദം കേൾക്കാം. ആകെ ഭയന്നു പോയ വില്യം കൂട് തുറന്നു നോക്കുമ്പോ ഫിലിപ്പ് ആ കോഴികളെയൊക്കെ പച്ചയ്ക്ക് കടിച്ചു മുറിച്ച് തിന്നോണ്ടിരിക്കുക. ഫിലിപ്പിന്റെ കണ്ണുകൾ രണ്ടും കറുത്ത നിറത്തിലായിരുന്നു. അത് ഫിലിപ്പേ അല്ലായിരുന്നു. വില്യം പതിയെ അനിയനെ പിടിച്ചു മാറ്റാനായിട്ട് മുന്നോട്ട് നടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ഫിലിപ്പ് ചേട്ടന്റെ ദേഹത്തേക്ക് ഒരൊറ്റ ചാട്ടമാണ്. അവൻ ചേട്ടന്റെ നെഞ്ചിൽ ആഞ്ഞു കടിക്കാൻ തുടങ്ങി. നെഞ്ചിലെ ചെറിയൊരു ഭാഗം തന്നെ കടിച്ചു പറിച്ചെടുത്തു. ഈ ബഹളവും കരച്ചിലൊക്കെ കേട്ട് ജേക്ക് അങ്ങോട്ട്
അങ്ങോട്ട് ഓടിയെത്തി. പിന്നീട് രണ്ടുപേരും എങ്ങനെയൊക്കെയോ ഫിലിപ്പിനെ പിടിച്ചുകെട്ടി മുറിയിലെത്തിച്ചു. അവന്റെ കയ്യിലും കാലിലൊക്കെ ചങ്ങലയിട്ട് കെട്ടി. ഈ സമയത്തും ഫിലിപ്പ് ഒരു ചെകുത്താന്റെ ശബ്ദത്തിൽ ഒച്ച വെച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് അവർ ആ ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത്. ഫിലിപ്പിന്റെ ദേഹത്ത് എന്തോ ഒരു സാധനം അനങ്ങുന്നുണ്ട്. ഇത് കണ്ട് രണ്ടുപേരാകെ പേടിച്ചു പോയി. ഇതെന്താണ് സംഭവം എന്ന് രണ്ടുപേർക്കും യാതൊരു പിടുത്തവുമില്ല. ഈ സമയം ഫിലിപ്പാണെങ്കിലേ ശ്വാസം കിട്ടാതെ പെടയാൻ തുടങ്ങി. അവനെ കൊണ്ട് ഒന്നും മിണ്ടാനും വയ്യ. പെട്ടെന്ന് ഫിലിപ്പിന്റെ വായിൽ നിന്ന് ജീവനുള്ള എന്തോ ഒന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഈ ഒരു കാഴ്ച കണ്ട് പേടിച്ചു പോയ ജേക്ക് പെട്ടെന്ന് തന്നെ അതിനെ അനിയന്റെ വായിൽ നിന്ന് വലിച്ച് പറിച്ച് പുറത്തേക്ക് എടുത്തു. അതിനെ കണ്ണും മൂക്കൊന്നുമില്ല, വായ മാത്രമുള്ള ഒരു സാധനം. ആ ക്രീച്ചർ പുറത്തേക്ക് എത്തിയതും വേഗം തന്നെ ഇഴഞ്ഞു നീങ്ങി പുറത്തേക്ക് പോയി. അത് മുറിക്ക് പുറത്തേക്ക് പോയ ഉടനെ തന്നെ മുറിയുടെ ഡോറ് തനിയെ ലോക്കായി. അവർക്കത് തുറക്കാനും പറ്റുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ അവർ ആ ഡോറൊക്കെ തുറന്ന് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ആ ക്രീച്ചറിനെ അവിടെ കാണാനില്ല. വില്യം ആകെ കിളി പോയിട്ട് നിൽക്കുക. അതെന്ത് നരകമാണ് ജേക്ക്, അതെന്താന്ന് എനിക്ക് പറഞ്ഞതാ. ജേക്കിനും അതെന്താന്ന് യാതൊരു പിടുത്തമില്ല. ചിലപ്പോ അത് പൊയ്ക്കാണോ? അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് സീലിംഗിൽ നിന്ന് കൊഴാന്ന് എന്തോ ഒരു ലിക്വിഡ് ജേക്കിന്റെ ദേഹത്തേക്ക് വീണു. നോക്കുമ്പോ ആ ക്രീച്ചർ സീലിംഗില് പറ്റി പിടിച്ചിരിക്കുകയാണ്. അവരെങ്ങനെയൊക്കെയോ ഒരു വിധത്തില് അതിനെ പിടികൂടി ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കി. പെട്ടെന്ന് തന്നെ അവർ ആ ക്രീച്ചറിനെ മറ്റൊരു പാത്രത്തിൽ അടച്ചു വെക്കുന്നുണ്ട്. അത് ഓരോ സെക്കൻഡിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജെയ്ക്കാണെങ്കില് ഈ സമയം നന്നായിട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. അപ്പോ വില്യം ചേട്ടനെ തടയുന്നുണ്ട്. ഒന്നാമത് മദ്യപിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും നല്ല മൂഡിലായിരിക്കില്ല. നല്ല രീതിയിൽ വഴക്ക് നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോ തല്ലുകൂടാനുള്ള നേരമാണോ? അതുകൊണ്ട് വില്യം ചേട്ടന്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പി അങ്ങ് പിടിച്ചു വാങ്ങി. നമ്മൾ എപ്പോഴും അലർട്ടായിരിക്കണം. മാത്രമല്ല ഈ വീടിനകത്ത് എന്താ നടക്കുന്നതെന്ന് അവർക്ക് 3 പേർക്കും യാതൊരു പിടുത്തവുമില്ല. ഒരു ഭാഗത്ത് അവരുടെ ഡാഡിയുടെ പ്രേതം ഫിലിപ്പിനെ ആക്രമിക്കുന്നു. ഇപ്പതേ എന്താന്ന് പോലും അറിയാത്ത ഒരു ജീവി ഫിലിപ്പിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുക. ഈ സമയം ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഫിലിപ്പ് ഒരു ദിവസം ഡാഡിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഡാഡിയുടെ മുറിയിലേക്ക് പോയി. അവൻ പേടിച്ചാണ് ആ മുറിയിലേക്ക് പോയത്. അപ്പോ ഡാഡി അവനോട് ചോദിക്കും, നിനക്കെന്താ, എന്നെ പേടിയാണോ? ഈ സമയം ജോർജ് തന്റെ മകനോട് ഒരുപാട് സ്നേഹത്തോടെ ഇമോഷണലിയാണ് സംസാരിക്കുന്നത്. ഫിലിപ്പ്, മോനെ, നീ എന്റെ അടുത്ത് വാ. ഇത് കേട്ട് സങ്കടം തോന്നിയ ഫിലിപ്പ് എന്താ ചെയ്യാ? ഡാഡിയുടെ തൊട്ടടുത്ത് ആ ബെഡിൽ ചെന്നിരിക്കും. അടുത്ത സെക്കൻഡിൽ തന്നെ ഡാഡിയുടെ മട്ടും ഭാവമൊക്കെ ആകെ മാറി. അലറി വിളിച്ചുകൊണ്ട് ഫിലിപ്പിനെ പിടിച്ച് കടിക്കുകയാണ്. അവന് ദേഹത്ത് നല്ല കടി കിട്ടിയിട്ടുണ്ട്. ഫിലിപ്പ് എങ്ങനെയൊക്കെയോ തന്റെ ജീവനും കൊണ്ട് മുറുകി പുറത്തേക്ക് ഓടി. അപ്പോഴും ജോർജ് അലറിക്കൊണ്ട് മകനോട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാ പിന്നെ എന്റെ സ്ഥാനത്തേക്ക് ആരാ വരാൻ പോണത്? ഫിലിപ്പ്, അത് നീയാണോ അതോ നിന്റെ ചേട്ടന്മാരാണോ? ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് പിറ്റേന്ന് രാവിലെ വില്യം അനിയനെ കാണാനായിട്ട് ഫിലിപ്പിന്റെ മുറിയിലേക്ക് ചെന്നു. അവനെ ഇപ്പോഴും ചങ്ങലക്കിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. അവരുടെ ഡാഡി എങ്ങനെയാണോ സ്നേഹത്തോടെയും ഇമോഷണലി സംസാരിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഫിലിപ്പും സംസാരിക്കുന്നത്. ഇപ്പോ അവൻ ചേട്ടനോട് പറയും, നിങ്ങൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ലായിരുന്നു. ഒന്നും അവസാനിച്ചിട്ടില്ല. ഡാഡി ഇപ്പോഴും നമ്മളോടൊപ്പം തന്നെയുണ്ട്. ഇന്നലെ രാത്രി ഫിലിപ്പിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ക്രീച്ചറിനെ പുറത്തേക്ക് എടുത്തില്ലേ, അതവരുടെ ഡാഡിയാണെന്നാണ് ഫിലിപ്പ് പറയുന്നത്. ഇത് കേട്ട് വില്യമിന് ഒന്നും മനസ്സിലാവില്ല. ഫിലിപ്പ് ചേട്ടനോട് തന്റെ ചങ്ങലയൊക്കെ അഴിച്ചു മാറ്റാനായിട്ട് പറയുന്നുണ്ട്. എന്ത് ചെയ്യണോന്നറിയാതെ പകച്ചു നിന്നിരുന്ന വില്യം അവസാനം അനിയനെ ചങ്ങലയിൽ നിന്ന് റിലീസ് ചെയ്യാണ്. എന്തായാലും ആ ക്രീച്ചർ ഇപ്പോ അവന്റെ ദേഹത്തില്ലല്ലോ. കുറച്ചു കഴിഞ്ഞ് ജേക്കും വില്യമും വീടും ഫാമൊക്കെ ക്ലീൻ ചെയ്യാണ്. ഇന്നലെ രാത്രി ഫിലിപ്പ് കൊന്ന കോഴികളും രക്തക്കറിയൊക്കെ രണ്ടുപേരും ചേർന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. വീട് ക്ലീൻ ചെയ്തോണ്ടിരുന്ന നായകനെ ഡാഡിയുടെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. ആ മുറിയിലേക്ക് ആരും കയറാതിരിക്കാൻ മരപ്പലക വെച്ച് സീൽ ചെയ്തിരിക്കുകയാണ്. എന്നാ ഡാഡിയുടെ മുറിയിലെ റേഡിയോ അത് തനിയെ ഓണായി പ്ലേ ആവാൻ തുടങ്ങി. ഒരു സമയത്ത് വില്യം മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നതാണ് ഇനി ഒരിക്കൽ പോലും താൻ ആ മുറിക്കകത്തേക്ക് കയറില്ലാന്ന്. എന്നാ റേഡിയോ പ്ലേ ആവുന്ന ശബ്ദം കേട്ട് മനസ്സോടെ വില്യം ആ മുറിയുടെ ഡോർ തുറന്നു. നായകൻ ഡാഡിയുടെ മുറിയിലെ സാധനങ്ങളൊക്കെ പരിശോധിക്കുന്ന നേരത്താണ് ജേക്ക് അങ്ങോട്ട് വരുന്നത്. നീ ഇത് തുറക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ നമുക്കായിട്ട് ഒന്നും തന്നെ ഇല്ല. ഈ മുറിക്ക് ഇപ്പോഴും നമ്മുടെ ഡാഡിയുടെ സ്മെല്ലാണ്. ആ മുറിക്കകത്ത് അധിക നേരം നിൽക്കുന്നത് അത്ര പന്തിയല്ല എന്ന് പറഞ്ഞ് ജേക്ക് പെട്ടെന്ന് തന്നെ അനിയനെ മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞ് ജേക്ക് അമിതമായിട്ട് മദ്യപിക്കുന്നുണ്ട്. എന്തോ അയാൾക്ക് തന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അപ്പോ എന്തോ ഒരു കറുത്ത രൂപം ഡാഡിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അതെന്താന്ന് ജേക്ക് കണ്ടിരുന്നില്ല. അതത്രയും സ്പീഡിലാണ് പോയത്. മറുവശത്ത് വില്യമിനെ തന്റെ മുറിവ് നല്ലതുപോലെ വേദനിക്കാൻ തുടങ്ങി. ഇന്നലെ രാത്രി ഫിലിപ്പ്
അവന്റെ നെഞ്ചിൽ കടിച്ചില്ലേ. നായകൻ ബാത്റൂമിലേക്ക് ചെന്ന് ആ മുറിവൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. എന്നാ ഈ ഒരു കാഴ്ച നായകനെ കൊണ്ട് വിശ്വസിക്കാനേ വയ്യ. ആ മുറിവില് എന്തോ ഒന്ന് അനങ്ങുന്നുണ്ട്. ആ മുറിവിനകത്ത് ഒരു കണ്ണവന് കാണാം. ഇന്നലെ രാത്രി ഫിലിപ്പ് നായകനെ കടിച്ചില്ലേ, അപ്പോ ആ ക്രീച്ചർ വില്യമിന്റെ ശരീരത്തിലേക്കും സ്പ്രെഡായി. ഇതൊരു ബ്ലഡ് ഡോത്ത് ആണ്, രക്തബന്ധത്തിലേക്ക് പകരുന്ന ഒരു ഈവിളാണ് ആ ക്രീച്ചർ. മറുവശത്ത് ജെയ്ക്ക് ആണെങ്കില് ഡാഡിയുടെ മുറിയിലെ റേഡിയോ പ്ലേ ആവുന്ന ശബ്ദം കേട്ട് പേടിച്ച് വിറച്ച ആ മുറിയിലേക്ക് ചെന്നു. ഈ സമയം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത്. ഡാഡി ആ ബെഡിൽ കിടക്കുന്നു. ആ സമയം പെട്ടെന്ന് ആ മുറിയിലേക്ക് വന്ന നായകൻ എന്നെ കൊണ്ട് ഇനി പറ്റില്ല, ഞങ്ങൾക്ക് ഈ ശാപം വേണ്ട എന്ന് പറഞ്ഞ് ഡാഡിയുടെ മുഖത്ത് ഒരു തലയണ വെച്ച് അമർത്തി ഡാഡിയെ കൊലപ്പെടുത്തി. അവൻ ആ ബെഡിലിരുന്ന് കുറ്റബോധം കൊണ്ട് കരയുന്ന നേരത്ത് മരിച്ചു എന്ന് കരുതിയ ഡാഡി നായകനെ ആക്രമിക്കുകയാണ്. ഈ ബഹളമൊക്കെ കേട്ട് അങ്ങോട്ട് ഓടിയെത്തിയ ജെയ്ക്ക് ആണെങ്കില് ഡാഡിയെ പിടിച്ചു മാറ്റാനൊക്കെ നോക്കി. എന്നാ ഡാഡി സാത്താന്റെ ശബ്ദത്തിൽ അലറിക്കൊണ്ടിരുന്നു. എന്നാ ഈ സമയത്താണ് ഫിലിപ്പ് ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് അങ്ങോട്ട് ഓടി വന്ന് ഡാഡിയുടെ തലയ്ക്ക് ഒരു ഒറ്റ അടിയാണ്. സത്യത്തിലെ അന്ന് ഫിലിപ്പാണ് ഡാഡിയെ കൊന്നത്. അതുകൊണ്ടാണ് ഡാഡിയുടെ ദുരാത്മാവും ഡാഡിയുടെ ദേഹത്തുണ്ടായിരുന്ന ഈവിളും ആദ്യം ഫിലിപ്പിനെ ആക്രമിച്ചത്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്യുമ്പോൾ കള്ളും കുടിച്ച് കിളി പോയി നിന്നിരുന്ന ജേക്ക് തന്റെ സഹോദരനായ ഫിലിപ്പിനെ ആക്രമിക്കാൻ തുടങ്ങി. അതവരുടെ ഡാഡിയാണെന്ന് കരുതി. താൻ എന്താ ഈ ചെയ്യുന്നതെന്ന് അത് ജെയ്ക്കിന് പോലും അറിയില്ല. അപ്പോഴേക്കും വില്യം അങ്ങോട്ട് ഓടിയെത്തി ചേട്ടനെ പിടിച്ചു മാറ്റി. രണ്ടുപേരും ചേട്ടനെ പിടിച്ചു മാറ്റാൻ നോക്കി. നായകനും രണ്ടടി കിട്ടുന്നുണ്ട്. ഇതുകൊണ്ടാണ് വില്യം എപ്പോഴും ചേട്ടനോട് കുടിക്കരുതെന്ന് പറയുന്നത്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ വില്യം ചേട്ടന്റെ കഴുത്തിന് പിടിച്ച് അയാളുടെ ബോധം കെടുത്തി. ഇതൊന്നും ചെയ്യുന്നത് ജേക്ക് സ്വബോധത്തോടെയല്ല. ഈ വീട് അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ വില്യം അവസാനമായിട്ട് അനിയനോട് ഒരു കാര്യം ചോദിക്കും. നീ എന്റെ കൂടെ പോരുന്നുണ്ടോ? നമുക്ക് എത്രയും പെട്ടെന്ന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. അവരുടെ മൂത്ത സഹോദരനായ ജേക്ക് എന്തായാലും ഈ വീട് വിട്ടു വരാനായിട്ട് തയ്യാറല്ല. ഇത്തവണ ഫിലിപ്പ് ചേട്ടനോടൊപ്പം ടൗണിലേക്ക് പോവാനായിട്ട് തയ്യാറായി. ജേക്ക് അവിടെ ബോധം കെട്ട് കിടക്കുന്നുണ്ട്. എന്നാ പാതി വഴി എത്തിയതും ഫിലിപ്പിന്റെ ഹെൽത്ത് വളരെ മോശമാവാൻ തുടങ്ങി. അവൻ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നുണ്ട്. അവന് ശരീരത്തിലെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഡാഡിയുടെ പ്രേതം ഇപ്പോഴും ഫിലിപ്പിന്റെ ദേഹത്ത് തന്നെയാണ്. അവരാ പ്രേതത്തെയും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അന്ന് രാത്രിയോടെ വില്യം തന്റെ അനിയനെയും കൊണ്ട് ഗരാജിലെത്തി. എന്നാ ഫിലിപ്പിന്റെ ഈ അവസ്ഥ കണ്ട് കോൾ ആകെ ഷോക്കായി. വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരല്ലേ. അവള് ആംബുലൻസിനെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ടെങ്കിലും വില്യം അതിന് സമ്മതിക്കില്ല. ഈ സമയം നായകനും വേദന കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഞാൻ ഇപ്പൊ വരാം, നീ ഇവനെ ഒന്ന് നോക്കെന്ന് പറഞ്ഞ് വില്യം ഓഫീസ് മുറിയിലേക്ക് ഓടി. വില്യം തന്റെ മുറിവ് ചെക്ക് ചെയ്ത് നോക്കി. അതിനകത്ത് എന്തോ അനങ്ങുന്നുണ്ട്. മുൻപ് ആ മുറിവില് ഒരു കണ്ണല്ലേ കണ്ടത്. ഇപ്പോ ആ മുറിവില് 5 വിരലുകൾ കാണാം. മനുഷ്യന്റെ 5 വിരലുകള്. ഇത് കണ്ട് വില്യമിന് ആകെ പേടിയായി. അവൻ വേദന കൊണ്ട് ആ ക്രീച്ചറിനെ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മറുവശത്ത് കോളിന് ഇതൊന്നും കണ്ടു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇത് പ്രേതാണോ ഈവിളാണോ എന്ന് കോളിന് അറിയില്ലല്ലോ. ഫിലിപ്പ് വല്ല വിഷം കഴിച്ചതാണെന്ന് കരുതി കോൾ പെട്ടെന്ന് തന്നെ എമർജൻസി നമ്പറിലേക്ക് കോൾ ചെയ്തു. ആ ഫോൺ കോള് കണക്ട് ആയെങ്കിലും അവരോട് എന്ത് പറയണമെന്ന് അവൾക്ക് യാതൊരു പിടുത്തവുമില്ല. വില്യം പറഞ്ഞത് ആരെയും വിളിക്കാൻ പാടില്ല എന്നാണ്. അപ്പുറത്ത് ഫോണില് അവര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആംബുലൻസ് സർവീസ് വേണോ അതോ പോലീസിനെ കോണ്ടാക്ട് ചെയ്യണോ? കോളിന് എന്ത് പറയണോന്നറിയാതെ തിരിഞ്ഞ് താഴെ കിടന്നിരുന്ന ഫിലിപ്പിനെ നോക്കി. എന്നാ ഫിലിപ്പിനെ അവിടെ കാണാനില്ല. അവള് ചുറ്റും ഫിലിപ്പിനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഫിലിപ്പ് അവളുടെ തൊട്ട് പിന്നിൽ ഒരു പ്രേതത്തെ പോലെ വന്ന് നിൽക്കുന്നത്. ഫിലിപ്പിനെ കണ്ട് പേടിച്ച കോൾ ഇക്കാര്യം അറിയിക്കാനായിട്ട് നായകന്റെ ഓഫീസിലേക്ക് ഓടി. എന്നാ വില്യം അവളെ ഓഫീസിനകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല. ഇനി ആ മുറിവ് കണ്ട് അവള് പേടിച്ച് കരഞ്ഞ് ആകെ ബഹളവും. എന്നെ ഫിലിപ്പ് കടിച്ചതാണ്, അത് ചെറിയൊരു മുറിവാണെന്ന് പറഞ്ഞ് വില്യം ഒഴിഞ്ഞു മാറി. പുള്ളിക്ക് യാതൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് നായകൻ തൽക്കാലത്തേക്ക് കോളിനെ സമാധാനിപ്പിക്കുക. പക്ഷേ ഇവിടെ എന്തോ ശരിയല്ലാന്ന് കോളിന് മനസ്സിലായി. അവള് നായകനെ ഹെൽപ്പ് ചെയ്യാം, മുറിവ് വെച്ച് കെട്ടാം എന്നൊക്കെ പറഞ്ഞെങ്കിലും വില്യം അതിന് തയ്യാറാവില്ല. ഈ സമയത്ത് ആ ഓഫീസ് മുറിയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവർക്ക് നേരെ പാഞ്ഞു വരാൻ തുടങ്ങി. വില്യം പെട്ടെന്ന് തന്നെ കോളിനെ പിടിച്ച് ഒരു മേശക്കടിയിൽ മറഞ്ഞിരുന്നു. കാരണം ആ പറന്നു വരുന്നതൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. ഈ സമയം നമ്മളെ കാണിക്കുന്നുണ്ട്. ഗരാജിലുണ്ടായിരുന്ന ഫിലിപ്പ് മുഴുവനായും ഡാഡിയുടെ ദുരാത്മാവിന്റെ കൺട്രോളിലായി കഴിഞ്ഞു. ഇവിടെ നായകനാണെങ്കിൽ ആ ബഹളമൊക്കെ കഴിഞ്ഞ് അനിയനെ തെരയാൻ ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയെങ്കിലും ഡോറ് പുറത്തുനിന്ന് ലോക്കാണ്. ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോ ഓഫീസിന്റെ വെളിയിൽ നിന്ന് ഒരു സാത്താന്റെ ശബ്ദം കേൾക്കാം. അത് ഫിലിപ്പായിരുന്നു. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ കൊല്ലണം. അടുത്ത നിമിഷം തന്നെ ആ ഡോറ് തനിയെ തുറന്നു വന്നു. നായകൻ കോളിനെയും കൊണ്ട് പതിയെ ഓഫീസ് മുറിയിൽ നിന്നിറങ്ങി. പുറത്ത് ഫിലിപ്പിനെ കാണാനില്ല. എന്നാ അവർക്ക് ചുറ്റും എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാം. അപ്പൊ തന്നെ നായകൻ കോളിനോട് പറയും, ഇനി നീ ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പൊക്കോ, ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം.
എന്നാൽ കോൾ നല്ല അനുസരണയുള്ള കുട്ടിയാണ്, ഞാൻ പോവില്ല എന്ന വാശിയിലാണ്. ഇവരങ്ങനെ രണ്ടുപേരും ആ ഇരുട്ടില് ഫിലിപ്പിനി എന്ത് കോലത്തിൽ വന്ന് അവരെ ആക്രമിക്കും എന്നറിയാതെ പേടിച്ചരണ്ട് നിൽക്കുക. ഈ സമയത്താണ് പ്രതീക്ഷിക്കാതെ അവരുടെ ചേട്ടൻ ജേക്ക് ആ ഗരാജിലേക്ക് വരുന്നത്. കയ്യില് തോക്കൊക്കെയുണ്ട്. ഫിലിപ്പ് എവിടെ? അതിന് വില്യം പറയും, എനിക്കറിയില്ല അവൻ എവിടെയാന്ന്. ജേക്ക്, ഇനി നിങ്ങൾക്ക് അവനെ ഉപദ്രവിക്കാനായിട്ട് ഫിലിപ്പിനെ ഞാൻ വിട്ടുതരില്ല. ഇത് കേട്ടതോടെ ചേട്ടന് വല്ലാതെ ദേഷ്യം വന്നു. ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ കാണാനല്ല, എന്റെ അനിയനെ രക്ഷിക്കാനാണ്. ഇപ്പോ അവന്റെ അവസ്ഥയ്ക്കും ഇതിനെല്ലാം കാരണം വില്യം, അത് നീയാണ്. വില്യമല്ലേ ആദ്യം ഡാഡിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്. നായകന് പിന്നെ ഒന്നും തന്നെ പറയാനില്ല. എന്നാ ചേട്ടൻ എന്നെ അങ്ങ് കൊന്നേക്കെന്ന് പറഞ്ഞ് അവൻ ആ ഗണ്ണിന്റെ മുന്നിലേക്ക് നിന്നു. ഇത് കണ്ടതോടെ ചേട്ടൻ ആകെ സങ്കടായി. വില്യം പേടികൊണ്ട് രക്ഷപ്പെട്ട് ഓടിപ്പോയതാണ്. ജേക്കാണെങ്കിൽ വീട് ഉപേക്ഷിക്കാനും തയ്യാറായില്ല. ഇവരങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഥയും പറഞ്ഞു നിൽക്കുമ്പോ പെട്ടെന്ന് ഗരാജിനുള്ളിൽ നിന്ന് ഫിലിപ്പിന്റെ അലർച്ച കേൾക്കാം. ഒരു സാത്താന്റെ ശബ്ദം. നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണം. ഉടനെ തന്നെ വില്യം കോളിനോട് ഓഫീസ് മുറിയില് മറഞ്ഞിരിക്കാൻ പറഞ്ഞു. കാരണം ഫിലിപ്പ് അവളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കോളാണെങ്കിൽ ഇല്ല, ഞാൻ പോവില്ല എന്ന് വാശി പിടിച്ചു നിൽക്കുക. കാരണം അവൾ ആ ഫാമിലിയിലെ ആളല്ല. പിന്നെ ഒരു വിധത്തിലെ വില്യം അവളെ പറഞ്ഞു മനസ്സിലാക്കി കോളിനെ അവന്റെ ഓഫീസ് മുറിക്കകത്ത് ലോക്ക് ചെയ്യാണ്. തുടർന്ന് ചേട്ടനും അനിയനും ചേർന്ന് ഗരാജിനുള്ളില് ഫിലിപ്പിനെ തെരഞ്ഞിറങ്ങി. അവര് പ്രൊട്ടക്ഷന് വേണ്ടി വലിയ ഇരുമ്പ് കമ്പിയൊക്കെ എടുക്കുന്നുണ്ട്. ഇനി ഫിലിപ്പ് അവരെ ആക്രമിക്കുകയാണെങ്കിൽ നമ്മള് തിരിച്ച് ആക്രമിക്കണോ? പിന്നെ ഡാഡിയുടെ ദുരാത്മാവിൽ നിന്ന് അനിയനെ രക്ഷിക്കാൻ എക്സോസിസം ചെയ്യണോ? ഇതൊന്നും അവർക്ക് യാതൊരു പിടുത്തവുമില്ല. ഈ സമയം അവരുടെ ഡാഡിയുടെ പഴയ കാറിലെ റേഡിയോയിൽ നിന്ന് അവർക്ക് ഡാഡിയുടെ ശബ്ദം കേൾക്കാം. അത് വർക്കാവാനായിട്ട് യാതൊരു സാധ്യതയില്ല. ഇത് കേട്ട് അവർക്ക് വിശ്വസിക്കാനാവാതെ പകച്ചു നിൽക്കുന്ന നേരത്താണ് ഗരാജിനുള്ളിൽ നിന്ന് ഫിലിപ്പിന്റെ ഞരക്കം കേൾക്കുന്നത്. നോക്കുമ്പോ ഫിലിപ്പ് മുകളിലെ തല കീഴായിട്ട് കിടക്കുകയാണ്. അവന്റെ കൈയും കാലും താലിയും ഒക്കെ വളഞ്ഞ് തിരിഞ്ഞ് തല കീഴായിട്ട് കിടക്കുക. അവര് രണ്ടുപേരും ഫിലിപ്പിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും അവൻ പൊത്തോന്ന് പറഞ്ഞ് തലയും കുത്തി താഴേക്ക് വീണു. ചേട്ടന്മാരെ ഓടിച്ചെന്ന് പിടിച്ചതുകൊണ്ട് തന്നെ അവന് കാര്യമായിട്ട് വലിയ അപകടമൊന്നും സംഭവിച്ചില്ല. എന്നാലും ഫിലിപ്പ് അവരെ ആക്രമിക്കാനായിട്ട് അലറിക്കൊണ്ടിരുന്നു. പിന്നെ അവരൊട്ടും തന്നെ സമയം കളഞ്ഞില്ല. കിട്ടിയ ചങ്ങലയൊക്കെ എടുത്ത് ഫിലിപ്പിനെ കെട്ടിയിട്ടു. ആ മുറിവിനുള്ളിലെ ക്രീച്ചർ ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അലറിക്കൊണ്ടിരുന്ന ഫിലിപ്പ് ചേട്ടനെ പിടിച്ചു വലിച്ച് ഡാഡിയുടെ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. നീ എന്നെ കൊന്നു, നീയാണ് എന്നെ കൊന്നത്. അപ്പോ വില്യം ഡാഡിയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഫിലിപ്പിനെ ഉപദ്രവിക്കുന്നത്? അവന് വെറുതെ വിട്ടേക്ക്. ഒരല്പസമയത്തിന് ശേഷം ഫിലിപ്പ് ഒന്ന് നോർമലായി. അവൻ വേദന കൊണ്ട് കരയാൻ തുടങ്ങി. ചേട്ടന്മാർക്ക് രണ്ടുപേർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന നേരത്താണ് ഗരാജിന്റെ ഡോറിൽ ആരോ മുട്ടുന്നത്. ജേക്ക് കയ്യിലെ ഗണ്ണുമായിട്ട് പതിയെ ചെന്ന് അതാരാന്ന് നോക്കി. പുറത്ത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥര് നിൽക്കുന്നുണ്ട്. രണ്ടുപേർക്ക് എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. പോലീസ് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഫിലിപ്പിന്റെ കയ്യിലെയും കാലിലെയും ഒക്കെ ചങ്ങലയൊക്കെ അഴിച്ചു മാറ്റി അവനെ തൽക്കാലത്തേക്ക് അടുക്കളയിൽ കൊണ്ടിരുത്തി. ജേക്കാണെങ്കിൽ നേരെ കോളിന്റെ അടുത്തേക്ക് വില്യമിന്റെ ഓഫീസിലേക്ക് ചെന്നു. കോളാണ് ഓഫീസിലെ ലാൻഡ് ഫോണിൽ നിന്ന് പോലീസിനെ വിളിച്ചത്. ജേക്ക് നേരെ ചെന്ന് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആ ഫോണൊക്കെ തല്ലിപ്പൊട്ടിച്ചു. എന്നിട്ട് ഒച്ച വെക്കരുതെന്ന് പറഞ്ഞ് അവൾക്ക് നേരെ തോക്ക് ചൂണ്ടി. ഈ സമയം ഫിലിപ്പിന്റെ മുറിവിൽ നിന്ന് ആ ക്രീച്ചർ പുറത്തേക്ക് വരാൻ തുടങ്ങിയിരുന്നു, ഒരു കുഞ്ഞിനെ പോലെ. ഈ സമയം വില്യം ഗരാജിന് പുറത്തേക്ക് പോയി പോലീസുകാരോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ആരെയും ഫോൺ ചെയ്തിട്ടില്ല, ഇവിടെ യാതൊരു കുഴപ്പമില്ല. എന്നാ വില്യമിന്റെ സംസാരം പെരുമാറ്റമൊക്കെ കണ്ട് പോലീസുകാർക്ക് അവൻ പറയുന്നതൊന്നും അങ്ങനെ വിശ്വസിക്കാൻ വയ്യ. എന്തായാലും പാതിരാത്രി ഇവിടെ വരെ വന്നതല്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. വില്യം എന്തൊക്കെ പറഞ്ഞിട്ടും പോലീസുകാർ അവിടെ നിന്ന് പോവാൻ തയ്യാറായില്ല. വില്യം അവസാനമായിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട്, ഇത് സേഫായ സ്ഥലമല്ല, അത്ര എനിക്ക് പറയാനുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നീട് പോലീസ് ആ ഗരാജ് മുഴുവനും ചെക്ക് ചെയ്യാൻ തുടങ്ങി. മറുവശത്ത് ഫിലിപ്പിന്റെ മുറിവിൽ നിന്നും പുറത്തേക്ക് വന്ന ആ ക്രീച്ചർ ഓരോ സെക്കൻഡും വളരുന്നുണ്ട്. അത് പതിയെ പതിയെ ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ഡാഡിയുടെ ദുരാത്മാവ് ആ ക്രീച്ചറിന്റെ രൂപത്തില് വീണ്ടും വന്നിരിക്കുകയാണ്. ഡാഡിക്ക് ദൈവത്തെ പേടിയായിരുന്നു, അതുപോലെ തന്നെ മരിക്കാനും പേടിയായിരുന്നു. അല്ല, ഡാഡി എന്തുകൊണ്ട് ദൈവത്തെ ഭയന്നു എന്ന് ചോദിച്ചാല് ഡാഡിയാണ് ആ ഈവിളിനെ പുറത്തേക്ക് കൊണ്ടുവന്നത്, നരകത്തിന്റെ ഗേറ്റ് ഓപ്പൺ ആക്കിയത്. ജോർജ് ഒരു ബിലീവർ ആയിരുന്നില്ല. എന്നാ പുറത്തു വന്ന ഈവിള് ഡാഡിയെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോ പുള്ളി ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. എന്നാ അതുകൊണ്ടൊന്നും അയാളെ ആ ദുഷ്ടശക്തിയിൽ നിന്ന് രക്ഷിച്ചില്ല. ഈ സമയം ടെറി എന്ന പോലീസ് ഓഫീസർ അടുക്കളയിലേക്ക് ചെല്ലുമ്പോ അറപ്പ് തോന്നുന്ന പോലെ കൊഴകൊഴാന്ന് എന്തോ താഴെ പറ്റി പിടിച്ചിരിക്കുന്നു. ഒരു മൂലയ്ക്കായിട്ട് പേടിച്ച് കരഞ്ഞ് ഫിലിപ്പ് ഇരിക്കുന്നുണ്ട്. അവൻ അധികം ഒച്ച വെക്കാതെ ആ പോലീസുകാരനോട് പറയും, സർ പ്ലീസ് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. ഓഫീസർ നോക്കുമ്പോ ആ കർട്ടന്റെ പിന്നിലെ അറപ്പ് തോന്നുന്ന രീതിയിൽ ഒരു രൂപത്തെ കാണാം.
മറുവശത്ത് ആ ലേഡി ഓഫീസർ നായകന്റെ ഓഫീസിനകത്തേക്ക് ചെല്ലുന്നുണ്ട്. ഓഫീസിനകത്ത് തന്നെയാണ് ജേക്കും കോൾ ഒളിഞ്ഞിരിക്കുന്നത്. പെട്ടെന്നാണ് കിച്ചണിൽ നിന്ന് ടെറി എന്ന പോലീസ് ഓഫീസറിന്റെ അലർച്ച കേൾക്കുന്നത്. ആ ക്രീച്ചർ ഓഫീസറിനെ അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തി. ഈ ഒരു കാഴ്ച കണ്ട് വിശ്വസിക്കാനാവാതെ ആ ലേഡി ഓഫീസർ അന്തം വിട്ട് നിൽക്കുമ്പോ മറഞ്ഞു നിന്നിരുന്ന ജേക്ക് കയ്യിലെ ഗൺ മാറ്റിപ്പിടിച്ച് ഒരു ഇരുമ്പ് കമ്പി വെച്ച് ആ സ്ത്രീയുടെ തലക്കടിച്ചു വീഴ്ത്തി. അപ്പൊ തന്നെ ജേക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ അറിയാതെ ഫയറായി. അത് ചേട്ടന്റെ കാലിൽ തന്നെ കൊണ്ടു. അയാള് വേദന കൊണ്ട് നിലവിളിച്ച് കരയുന്നുണ്ട്. അവസാനം കോൾ ചേട്ടന്റെ കാലിലെ മുറിവൊക്കെ വെച്ചുകെട്ടി കൊടുക്കുന്നുണ്ട്. ഇത്ര നേരം അവളെ തോക്കും കാണിച്ച് പേടിപ്പിച്ച ആളാണ്, എന്നാലും പോട്ടെ. ഈ സമയം വില്യം തന്റെ അനിയനെ തെരഞ്ഞ് കിച്ചണിലേക്ക് ചെന്നു. ഫിലിപ്പ് ഇപ്പോഴും ഒരു മൂലയ്ക്ക് തന്നെ പേടിച്ച് കരഞ്ഞിരിക്കുക. ഞാനല്ല ഇത് ചെയ്തത്, ഞാനല്ല ഓഫീസറെ കൊന്നത്. വില്യം വേഗം തന്നെ അനിയന്റെ അടുത്തേക്ക് ചെന്ന് അവനെ സമാധാനപ്പെടുത്തി. എനിക്കറിയാം ഫിലിപ്പ്, ഇത് നീയല്ല ചെയ്തത്. ഇതും പറഞ്ഞ് ഫിലിപ്പിനെ ആ കിച്ചണിൽ നിന്ന് ഗരാജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോ ജേക്ക് കാലില് വെടിയും കിട്ടി വേദന സഹിക്കാനാവാതെ കിടക്കുന്നതാണ് ഫിലിപ്പ് കാണുന്നത്. അവനെ ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവില്ല. ഇത് ചെയ്തത് താനാണോ എന്ന മട്ടിലാണ് ഫിലിപ്പ്. അങ്ങനെ ജേക്കിനെ കുടിക്കാനായി ഡ്രിങ്ക്സ് എടുക്കാനായിട്ട് കോൾ പോകുന്നുണ്ട്. ഒന്നും അവസാനിച്ചിട്ടില്ല. കോൾ നീ ശ്രദ്ധിച്ചു പോണേന്ന് പറഞ്ഞ് വില്യം അവളെ വാൺ ചെയ്യുന്നുണ്ട്. എന്നാ കോളാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ ഡ്രിങ്ക്സ് എടുക്കാനായിട്ട് പോയി. അപ്പോഴാണ് മനുഷ്യരൂപത്തിലേക്ക് മാറിക്കൊണ്ടിരുന്ന ക്രീച്ചർ ഡാഡി കോളിന്റെ അടുത്തേക്ക് വരുന്നത്. ആ ശബ്ദവും ബഹളമൊക്കെ കേട്ട് നായകൻ അങ്ങോട്ട് ഓടിയെത്തി. ആ ക്രീച്ചർ ആണെങ്കില് താഴെ കിടന്നിരുന്ന ഒരു ഇരുമ്പ് കമ്പി എടുത്തു. ഇതേ കമ്പി വെച്ചാണ് ഫിലിപ്പ് അന്ന് ഡാഡിയുടെ തലക്കടിച്ചത്. വില്യം തന്റെ സഹോദരങ്ങളോട് പറയും, നിങ്ങൾ വേഗം എവിടെ നിന്ന് രക്ഷപ്പെട്ടോ, ഞാൻ ഇത് നോക്കിക്കോളാം, ഇതിനെല്ലാം കാരണക്കാരൻ താനല്ലേ. എന്നാൽ ജേക്ക് അനിയനെ തനിച്ചാക്കി രക്ഷപ്പെടാൻ തയ്യാറായില്ല. എന്ത് തന്നെ വന്നാലും ഒന്നിച്ച്, അതിപ്പോ മരിക്കേണ്ടി വന്നാലും. വില്യം ആ തോക്കുമായിട്ട് ക്രീച്ചറിന്റെ അടുത്തേക്ക് ചെന്നു. അതവരെ ആക്രമിക്കുന്നൊന്നുമില്ല. ഈ സമയം ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത്. ഡാഡി തന്നെ ആ ഈവിള് പിടികൂടിയതിനു ശേഷം മക്കളോട് ബ്ലഡ് ഓത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എനിക്ക് മരിക്കാൻ പേടിയാണ്, എന്തായാലും ഒരു ദിവസം മരിക്കണം. എന്നാ എങ്ങനെ മരിക്കണം എന്നത് എന്റെ തീരുമാനമായിരിക്കണം. ജോർജ് തന്റെ 3 മക്കളോടും തന്നോടൊപ്പം മരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കാരണം തന്റെ മരണശേഷം ആ ഈവിൾ ക്രീച്ചർ തന്റെ മക്കളെ പിടികൂടും. ഇതങ്ങനെ തലമുറകളായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഡാഡി മക്കളോട് തന്നോടൊപ്പം മരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ ഒരു റീസൺ കൊണ്ടാണ് വില്യം ഡാഡിയെ കൊല്ലാൻ ശ്രമിച്ചത്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോ നമ്മുടെ നായകൻ ആ ഗൺ ഫയർ ചെയ്യാണ്. ആ ക്രീച്ചറിനെ കൊലപ്പെടുത്തി. കുറ്റബോധത്തോടെ നിന്നിരുന്ന നായകൻ അവരോടെല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ വേഗം രക്ഷപ്പെട്ടു പോക്കോ, ഇതുകൊണ്ടൊന്നും ഒന്നും അവസാനിച്ചിട്ടില്ല. ഇതും പറഞ്ഞ് വില്യം തന്റെ ഓഫീസ് മുറിയിലേക്ക് പോയി ഡോർ ലോക്ക് ചെയ്യാണ്. കാരണം വില്യമിന്റെ മുറിവിലുണ്ടായിരുന്ന ആ ക്രീച്ചർ ഇപ്പോ പൂർണ്ണ വളർച്ചയെത്തി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ കൊണ്ട് ആ വേദന താങ്ങാനും പറ്റുന്നില്ല, അതിനെ പുറത്തേക്ക് എടുക്കാനുള്ള ധൈര്യമില്ല. അവൻ ആ ക്രീച്ചറിനെയും കൊന്ന് സ്വയം മരിക്കാനാണ് ഓഫീസ് മുറിയിലേക്ക് പോയത്. വില്യം തന്റെ നെഞ്ചിലേക്ക് ഗൺ പോയിന്റ് ചെയ്യുന്ന നേരത്താണ് മറ്റു 3 പേരും ഡോറൊക്കെ തള്ളി തുറന്നുകൊണ്ട് അങ്ങോട്ട് ഓടി വരുന്നത്. ഇല്ല, ഞാൻ നിന്നെ മരിക്കാൻ സമ്മതിക്കില്ലടാ, ഞാൻ നിന്റെ ചേട്ടനാന്നൊക്കെ പറഞ്ഞ് ജേക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ആ മുറിവിൽ നിന്നും ക്രീച്ചറിനെ വലിച്ച് പറിച്ച് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ അതിനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. അപ്പോഴേക്കും കുറച്ച് ദൂരെ നിന്ന് പോലീസ് വാഹനത്തിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ബാക്കപ്പിന് വേണ്ടി പോലീസ് ആ ഗരാജിലേക്ക് വന്നോണ്ടിരിക്കുക. അവരെ 4 പേരും പെട്ടെന്ന് തന്നെ കാറിലേക്ക് ഓടിക്കേറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. എങ്ങോട്ടാണെന്ന് അവർക്ക് യാതൊരു പിടുത്തവുമില്ല. നമുക്ക് ഈ ലോകത്തിന്റെ അറ്റത്തേക്ക് പോവാന്ന് പറഞ്ഞ് അവർ ആ കാറെടുത്ത് പാഞ്ഞുപോയി. ക്രെഡിറ്റ് സീനിലെ ആ ബ്രദേഴ്സിന്റെ പാഴടഞ്ഞു പോയ പഴയ വീടാണ് നമ്മളെ കാണിക്കുന്നത്. അന്ന് അവര് ഫിലിപ്പിന്റെ മുറിവിൽ നിന്നും ഒരു ക്രീച്ചറിനെ പിടികൂടി ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിരുന്നു. അതിപ്പോ പുറത്തേക്ക് രക്ഷപ്പെട്ട് താഴെ നിലത്ത് കൂടി ഇഴഞ്ഞഴഞ്ഞു പോകുന്നത് കാണിച്ചാണ് ദ ഡീമൺ ഡിസോർഡർ എന്ന ഈ ഒരു ഓസ്ട്രേലിയൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്